ആരെന്ത് പറഞ്ഞാലും ക്ഷമിക്കാൻ പഠിച്ചതുകൊണ്ടാണ് കിരീടം നേടാൻ സാധിച്ചത്. പറയുന്നത് ബിഗ് ബോസ് സീസൺ 6 വിന്നർ ജിൻഡോയാണ്. സെല്ലുലോയിഡ് മാഗസിൻ ഓൺലൈൻ സംഘടിപ്പിച്ച ഫാൻസ് മീറ്റിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് ജിൻഡോയുടെ പ്രതികരണം. ക്ഷമ വലിയൊരു ആയുധമാണെന്നത് ബിഗ് ബോസ് തന്നെ പഠിപ്പിച്ചെന്നും ജിൻഡോ. ഇവിടുന്ന് പോയ ആദ്യ 2 ദിവസവും ഞാൻ മിണ്ടാതിരിക്കുകയായിരുന്നു. കാരണം അമ്മയ്ക്ക് തീരെ വയ്യ. അമ്മ അത്യാവശ്യം ബിഗ് ബോസ് ഒക്കെ കാണുന്ന ആളാണെന്ന് എനിക്കറിയാമായിരുന്നു. അവിടെ ചെന്ന് വെറുതെ അടിയും പ്രശ്നവും ഉണ്ടാക്കി വിഷയമാക്കേണ്ട എന്ന തരത്തിലായിരുന്നു. അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് ശരിക്കും ഞാൻ ഇവിടെ തന്നെ ഒതുങ്ങിയാണ് നിൽക്കാറുള്ളത്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ക്ഷമിക്കുന്ന ആളായിരുന്നു. എന്തെങ്കിലും പ്രശ്നം വന്ന് അമ്മയ്ക്ക് ടെൻഷൻ വന്നാൽ അമ്മയ്ക്ക് ഫീൽ ചെയ്യും. 2 ദിവസം മിണ്ടാതിരുന്നതാണ്. പിറ്റേ ദിവസം നോമിനേഷൻ ആയിരുന്നു. ഒന്നും ചെയ്യാത്ത എനിക്ക് 9 നോമിനേഷൻ തന്നു. അതായത് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഞാൻ പുറത്തേക്ക് പോകും എന്നായി. അപ്പോൾ മനസ്സിലായി അമ്മയ്ക്ക് കൊടുത്ത വാക്ക് ശരിയാകില്ല എന്ന് ജിൻഡോ പറയുന്നു. എന്നെ അവിടേക്ക് വിടാൻ പേടിയായിരുന്നു. കാരണം ഞാൻ ആരെങ്കിലും പിടിച്ചിടിക്കും എന്നായിരുന്നു. പക്ഷേ അവിടെ ചെന്നാൽ നമ്മൾ ഇടിച്ചു പോകും കേട്ടോ. റോക്കി ഇടിച്ചതിൽ ഒന്നും പറയാൻ പറ്റില്ല. എന്റെ ഇവിടുന്ന് പോയ സിറ്റുവേഷനിൽ പണ്ടേ ഇടിച്ചേനെ. റോക്കിക്ക് മുൻപ് ഇടിക്കേണ്ട ആള് ഞാനായിരുന്നു. റോബിനും രജിത് കുമാർ സാറും പുറത്തു പോകാനുണ്ടായിരുന്ന കാരണം എന്തായിരുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ജിൻഡോ ചോദിക്കുന്നു. റോബിൻ ആ സീസണിൽ നിന്നിരുന്നെങ്കിൽ വിന്നറായേനെ. രജിത് കുമാർ സാർ അതേ സിറ്റുവേഷനിൽ അവർ പെരുമാറിയതുപോലെ എന്റെ കൺട്രോൾ തെറ്റി. ഞാൻ എന്തെങ്കിലും ചെയ്താൽ പുറത്തു പോയേനെ. അത് സംഭവിക്കാതിരിക്കുക എന്നതാണ്. ഒരു നിമിഷം നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ അടിക്കില്ല. എനിക്ക് അവിടുന്ന് കിട്ടിയ ബോധമാണത്. റോക്കി അവിടെ അടിച്ചു. റോക്കി നല്ല ഗെയിമറായിരുന്നു. ഞാൻ അവിടെ കയറിയപ്പോൾ ഓപ്പോസിറ്റ് ഗെയിമർമാരായി എന്റെ മനസ്സിൽ സെറ്റ് ചെയ്ത ആളാണ് റോക്കി. റോക്കി അടിച്ചപ്പോൾ റോക്കിക്ക് പോയി. ഒരു നിമിഷം ചിന്തിച്ചാൽ ചിലപ്പോൾ അത് ചെയ്യില്ല. അത് ചെയ്യാതെ അവിടെ നിന്നത് കൊണ്ടാണ് ഞാൻ കപ്പ് നേടിയത്. ക്ഷമ വലിയൊരു ആയുധമാണെന്നത് ബിഗ് ബോസ് തന്നെ പഠിപ്പിച്ചുവെന്നും ജിൻഡോ പറയുന്നു.